ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ആറാമത്തെ ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററല്ല, കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ? അതായത് സ്ട്രക്ചറൽ ഫോർമുല, മോളിക്കുലാർ ഫോർമുല, കണ്ടൻസർ ഫോർമുല, ആൽക്കീനിന്റെയും പഠിച്ചില്ലയോ? അത് ഇത്രയും നിങ്ങൾ നല്ല വൃത്തിയായിട്ട് എഴുതി പഠിച്ചില്ലയോ? എഴുതി പഠിച്ചു എന്നാണ് വിശ്വാസം. എന്ത് ചെയ്യുക, പഠിക്കാത്തവരുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് എഴുതി പഠിച്ചോണം, കൂടെ എഴുതി പഠിച്ചു വേണം എന്ത് ചെയ്യാനായിട്ട് പോകാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കിനി ഒരാളെ കൂടെ പഠിക്കാം. ആരാ? ആൽക്കൈൻ. ഞാൻ എന്തായാലും കൂടുതൽ സംസാരിച്ച സമയം കളയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം, ഓരോ മിനിറ്റ് നിങ്ങൾക്ക് എന്താ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. അതിനകത്ത് ഇനി പഠിക്കാനുള്ളത് ആൽക്കൈനിൻ്റെതാണ്. ആരുടേതാണ്? ആൽക്കൈൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആൽക്കൈനിന്റെ കാര്യങ്ങൾ നോക്കാം. ആൽക്കൈൻ എന്ന് വെച്ചാൽ എന്താ? കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട്. അതായത് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ എന്ത് വരണം? ഒരു ട്രിപ്പിൾ ബോണ്ട്. ഏതെങ്കിലും ഒരു കാർബൺ ആറ്റങ്ങൾ, രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് വന്നാൽ, ട്രിപ്പിൾ ബോണ്ട് എന്ന് വെച്ചാൽ, ട്രിപ്പിൾ ബോണ്ട് എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്ന് പറയും ത്രിബന്ധനം വന്നാൽ അവയെ വിളിക്കുന്ന പേരാണ് എന്ത്? ആൽക്കൈനുകൾ എന്ന് വിളിക്കും. അത്തരം ഹൈഡ്രോ കാർബണുകളെ വിളിക്കുന്ന പേരാണ് ആൽക്കൈൻ. ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് അറിയാം, നമ്മൾ പറഞ്ഞതുമാണ്. അപ്പൊ അതിന്റെ ഓരോ കാര്യങ്ങൾ പറയാം. ആദ്യം നമുക്ക് സ്ട്രക്ചറൽ ഫോർമുല, മലയാളത്തിലാണെങ്കിൽ ഘടനാവാക്യം എന്ന് പറയും. അടുത്ത് കണ്ടൻസർ ഫോർമുല, മൂന്നേതാ? മോളിക്കുലാർ ഫോർമുല. അപ്പൊ നമുക്ക് ഓരോന്നിന്റെ ആയിട്ട് പഠിക്കാം. ആദ്യം നമ്മൾ നമ്പർ ഓഫ് കാർബൺ ആറ്റം, സ്ട്രക്ചറൽ ഫോർമുല, കണ്ടൻസർ ഫോർമുല, മോളിക്കുലാർ ഫോർമുല. മലയാളത്തിൽ പറഞ്ഞാൽ എന്താ? സ്ട്രക്ചറൽ ഫോർമുലയെ എന്ത് പറയും? ഘടനാ സമവാക്യം എന്ന് പറയും. ഇതെന്താ? കണ്ടൻസർ ഫോർമുല തന്നെയാണ്. ഇത് തന്മാത്രാ സൂത്രം എന്ന് പറയും. ഓക്കെ, അപ്പൊ അതൊന്ന് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. അപ്പം ഒരു കാർബൺ വെച്ച്, ഞാൻ പറഞ്ഞു ആൽക്കൈൻ ആണെങ്കിലും ഒരു കാർബൺ വെച്ച് വരയ്ക്കാൻ പറ്റത്തില്ല. കാരണം ഒരു കാർബൺ വരച്ചാൽ ബാക്കി എല്ലാം ഹൈഡ്രജൻ ആണ് വരേണ്ടത്. അപ്പൊ നമുക്ക് ഒരു കാർബൺ വെച്ച് വരച്ചാൽ ഹൈഡ്രജൻ ഒരിക്കലും ട്രിപ്പിൾ ബോണ്ട് വരത്തില്ല, ഒള്ളി സിംഗിൾ ബോണ്ട് മാത്രം, ഏകബന്ധനം മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു കാർബൺ വെച്ച് വരയ്ക്കത്തില്ല. അപ്പൊ മിനിമം എത്ര കാർബൺ? 2 കാർബൺ വേണം. മിനിമം എത്ര കാർബൺ വേണം? 2 കാർബൺ വേണം. ഓക്കെ, അപ്പൊ നമുക്ക് 2 കാർബൺ വെച്ചിട്ടുള്ളത് തൊട്ട് എഴുതി പഠിക്കാം. അപ്പൊ 2 കാർബൺ ആറ്റം എന്ന് വെച്ചാൽ എത്ര? 2 കാർബൺ. അവർക്കിടയിൽ എന്ത് ബോണ്ട്? ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ, അപ്പൊ ഈ കാർബണിന് ട്രിപ്പിൾ ബോണ്ട് പോയാൽ ബാക്കി ഒരു ബോണ്ട്. നമുക്കറിയാം കാർബണിന് 4 വാലൻസി അല്ലേ ഉള്ളൂ, 4 സംയോജകതയല്ലയോ. അപ്പൊ 3 ഇങ്ങോട്ട് പോയി, ബാക്കി ഒന്നല്ലേ ഉള്ളൂ. അതുപോലെ ഈ കാർബണിന് 3 ഇങ്ങോട്ട് പോയി, ബാക്കി എത്ര? ഒരെണ്ണം. ഇതിൽ രണ്ടിൽ ആരാ വരുന്നേ? ഹൈഡ്രോ കാർബണുകളായതുകൊണ്ട് ഹൈഡ്രജൻ വരും. ഇനി ഞാൻ പറഞ്ഞു കണ്ടൻസർ ഫോർമുല എന്ന് വെച്ചാൽ എന്താ? ഹൈഡ്രജന്റെ ബോണ്ട് വരയ്ക്കാതെ എഴുതണം. അപ്പൊ ഈ കാർബണിൽ എത്ര ഹൈഡ്രജൻ? ഒരു ഹൈഡ്രജൻ. അപ്പൊ CH. അവർക്കിടയിൽ എന്ത് ബോണ്ട്? ട്രിപ്പിൾ ബോണ്ട്. അടുത്ത കാർബണിനകത്ത് എന്ത്? ഒരു ഹൈഡ്രജൻ. ഇങ്ങനെ എഴുതുന്നതിനെ വിളിക്കുന്ന പേരെന്താ? കണ്ടൻസ്ഡ് ഫോർമുല. ഇതിനെ പറയുന്ന പേരാണെന്ത്? കണ്ടൻസ്ഡ് ഫോർമുല. ക്ലിയർ ആണോ? ഇനി മോളിക്കുലാർ ഫോർമുല, എത്ര കാർബൺ എത്ര ഹൈഡ്രജൻ. അതിനെ പറയുന്ന പേരാണെന്ത്? മോളിക്കുലാർ ഫോർമുല. ക്ലിയർ ആണോ? അപ്പൊ ഇനി നമുക്ക് 3 കാർബൺ വെച്ചുള്ളത് വരച്ചോളാം. 3 കാർബൺ. അപ്പൊ എന്താ? കാർബൺ അല്ലയോ? ഇവർക്കിടയിൽ ഏതെങ്കിലും 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ എന്ത് വേണം? ഒരു ട്രിപ്പിൾ ബോണ്ടേ ആവാൻ പാടുള്ളൂ. 2 എണ്ണം ഇടാൻ പാടുണ്ടോ? ഇല്ല, ഒരു ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവർക്കിടയിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് കൊടുക്കാം. അപ്പൊ ബാക്കിയെല്ലാം എന്ത് ബോണ്ട് ആയിരിക്കും? സിംഗിൾ ബോണ്ട് ആയിരിക്കും. ബാക്കിയെല്ലാം എന്ത് ബോണ്ട് ആയിരിക്കും? ഇവിടെ പറഞ്ഞേ, എന്ത് ബോണ്ടാ? സിംഗിൾ ബോണ്ടാണ്. അതവിടെ സിംഗിൾ ബോണ്ട് ആയില്ലയോ? ഇനി നമുക്ക് ബാക്കി കാർബണിന്റെ വാലൻസീസ് നോക്കാം. ഈ കാർബണിന്റെ 3 എണ്ണം പോയി, ബാക്കി എത്ര? പറഞ്ഞേ, എത്രയാ? 1. എത്രയുണ്ട്? 1. ഓക്കെ, ഈ കാർബണിന് 3 എണ്ണം ഇങ്ങോട്ട് പോയി, ഒരെണ്ണം അങ്ങോട്ട് പോയി. അപ്പൊ മൊത്തം എത്ര എണ്ണം പോയി? 4. ഇനി വല്ലതും ഉണ്ടോ? ഇനി ഒന്നും ഇല്ല കൊടുക്കാൻ. അപ്പൊ അതിലൊന്നും വരയ്ക്കണ്ട. അടുത്ത കാർബണി 1 ഇങ്ങോട്ട് പോയി, ബാക്കി എത്ര? 3 എണ്ണം ഉണ്ട്. ബാക്കി എത്രയുണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പൊ അതിനകത്ത് ഹൈഡ്രജൻ കൊടുക്കാം. ഹൈഡ്രജൻ കൊടുത്തു, ഇവിടെ ഹൈഡ്രജൻ കൊടുത്തു. അപ്പൊ ഇതെന്തായി? സ്ട്രക്ചറൽ ഫോർമുലയായി. അപ്പൊ ഇതിന്റെ കണ്ടൻസർ ഫോർമുല എന്താ? ഹൈഡ്രജൻ ബോണ്ട് വരയ്ക്കാതെ എഴുതണം. അപ്പൊ ഈ കാർബണിൽ ഒരു ഹൈഡ്രജൻ, CH. അടുത്ത ട്രിപ്പിൾ ബോണ്ട് C. ഈ സിക്ക് എന്തെങ്കിലും ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല, ഹൈഡ്രജൻ ഇല്ല. കാരണം എന്താ?
കാർബണിന്റെ 4 വാലൻസി ആൾറെഡി പോയി കഴിഞ്ഞു. ഇനി കാർബണിന് വാലൻസി ഇല്ല. കാർബണിന് വാലൻസി ഉണ്ടെങ്കിലല്ലേ ഹൈഡ്രജൻ കൊടുക്കാൻ പറ്റൂ. ഹൈഡ്രജൻ ഇല്ല. സിംഗിൾ ബോണ്ട് കാർബൺ. ഈ കാർബൺ എത്ര ഹൈഡ്രജൻ? 3 ഹൈഡ്രജൻ CH3. ഇനി എണ്ണം നോക്കി. 3 കാർബൺ C3, 4 ഹൈഡ്രജൻ H4. മോളിക്കുലാർ ഫോർമുല ആയില്ലേ ഇവിടെ? ആയി. ഇനി നമുക്ക് 4 ഹൈഡ്രജൻ വെച്ച് വരയ്ക്കാം, കാർബൺ വെച്ച് വരയ്ക്കാം. 1 2 3 4 കാർബൺ. എപ്പോഴും സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കുമ്പോൾ ആദ്യം നിങ്ങൾ വരയ്ക്കേണ്ടത് എന്താണ്? കാർബൺ ആണ് ഇങ്ങനെ വരയ്ക്കേണ്ടത്. ഓക്കെ. അതിനുശേഷം എന്ത് നോക്കണം? അയനാണ്. അയനാകുമ്പോൾ നിങ്ങൾക്കറിയാം ട്രിപ്പിൾ ബോണ്ട് ആണ്. ക്ലിയർ ആണോ? സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കുമ്പോൾ ആദ്യം വരയ്ക്കേണ്ട കാർബണിനെയാണ്. ഇനി എപ്പം പറഞ്ഞാലും കേട്ടോ. ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കുമ്പോഴും സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് കാർബൺ ഇങ്ങനെ നിരത്തി വരയ്ക്കുക. എന്നിട്ട് അവർക്കിടയിലുള്ള ബോണ്ട് നോക്കുക. എന്ന് വെച്ചാൽ എന്താ ബോണ്ടാ? ട്രിപ്പിൾ ബോണ്ടാ. അയനായതുകൊണ്ട് നമുക്കറിയാം ട്രിപ്പിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട് എങ്ങനെയാ വരുള്ളൂ? ഏതെങ്കിലും 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ട് വരണം. നമ്മൾ ആദ്യമേ ആയതുകൊണ്ട് ആദ്യത്തെ 2 പേർക്ക് കൊടുക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ കൊടുക്കാം, മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം, എവിടെ വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ ഒരു ട്രിപ്പിൾ ബോണ്ടേ പാടുള്ളൂ. അത്രേ ഉള്ളൂ നിയമം. ഓക്കെ. അപ്പൊ ഇവർക്കിടയിൽ ഞാൻ കൊടുക്കുകയാണ് ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ ബാക്കിയെല്ലാം എന്ത് ബോണ്ടായിരിക്കും? സിംഗിൾ ബോണ്ട് ആയിരിക്കും. ഇതാ 1 2 സിംഗിൾ ബോണ്ട്. ഓക്കെ. ഇനി എന്തേ കൊടുക്കണം? ഹൈഡ്രജനെ കൊടുക്കണം. ഈ കാർബണിനകത്ത് 3 എണ്ണം പോയി, ബാക്കി 1. ഈ കാർബണിൽ 3 ഇങ്ങോട്ട് പോയി, 1 അങ്ങോട്ട് പോയി, 4 എണ്ണം പോയില്ലയോ? ഇനി ഉണ്ടോ? ഇല്ല. ഈ കാർബണിൽ 1 2, ബാക്കി എത്ര? ഇതാ 2 എണ്ണം. ഈ കാർബണിലോ 1 പോയി, 2 3 4. കൊടുത്തൂടെ? കൊടുക്കാമോ? നോക്കാം. ഇനി അവിടെ ആരെ കൊടുക്കുക? ഹൈഡ്രജൻ വലിക്കുക. ഓക്കെ. ക്ലിയർ ആയോ? ഇനി എന്ത് ചെയ്യുക? ഈ കാർബണിൽ ഒരു ഹൈഡ്രജൻ CH, അത് കഴിഞ്ഞിട്ട് എന്താ? ട്രിപ്പിൾ ബോണ്ട്. ആ ട്രിപ്പിൾ ബോണ്ട് വരച്ചു. ഈ കാർബണിൽ വല്ലതും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് വെറും C മാത്രം എഴുതുക. അതിനുശേഷം സിംഗിൾ ബോണ്ട്. ഈ കാർബണിൽ 2 ഹൈഡ്രജൻ, അപ്പൊ എന്താ? CH2 സിംഗിൾ ബോണ്ട്. ഈ കാർബണിൽ 3 ഹൈഡ്രജൻ, അതുകൊണ്ട് എന്താ? CH3. ഇപ്പൊ എന്തായി? കണ്ടൻസർ ഫോർമുലയായി. ആയില്ലയോ? ഇനി എത്ര കാർബൺ? 4 കാർബൺ. എത്ര ഹൈഡ്രജൻ? 3 5 6 ഹൈഡ്രജൻ. ഓക്കെ. ഇങ്ങനെ നമുക്ക് 5 6 ഒക്കെ എഴുതി പോവാം. ഇതാണ് എന്ത്? സ്ട്രക്ചറൽ ഫോർമുല, കണ്ടൻസർ ഫോർമുല, മോളിക്കുലാർ ഫോർമുല. ഓക്കെ. ഇനി നമ്മള് ആൽക്കെയിൻ, ആൽക്കീൻ അവർക്കൊരു കോമൺ മോളിക്കുലാർ ഫോർമുല പഠിച്ചില്ലായിരുന്നു? അവിടെ പഠിച്ചു. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കാം. ഇതിനകത്ത് നോക്കിയേ 2 2 3 4 4 6 എന്നുള്ള ഫോർമുലയിൽ പോകുന്നേ. 2 കാർബൺ 2 ഹൈഡ്രജൻ, 3 കാർബൺ 4 ഹൈഡ്രജൻ, 4 കാർബൺ 6 ഹൈഡ്രജൻ എന്ന ഫോർമുലയാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയേ, കാർബൺ ആറ്റങ്ങളുടെ എണ്ണം n ആണെങ്കിൽ ഹൈഡ്രജന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ 4 ആയിരുന്നേ. 4ന്റെ ഇരട്ടി എത്ര? 8. 8 ഒരു 2 മൈനസ് ചെയ്ത് എത്ര ഇട്ടൂടെ? 6 മൈനസ് 6 കിട്ടും ഇല്ലയോ? ഇവിടെ നോക്കി 3 കാർബൺ ആണ്. 3 × 2 എത്ര കിട്ടും? 6. 6ൽ നിന്ന് 2 മൈനസ് ചെയ്തേ എത്ര കിട്ടും? 4. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ ഇരട്ടി എടുത്തിട്ട് അതിന് എത്ര മൈനസ് ചെയ്യുക? 2 മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് പറയാം CnH2n-2 എന്നതാണ് കോമൺ മോളിക്കുലാർ ഫോർമുല. കോമൺ ആയിട്ടുള്ള എന്ത്? മോളിക്കുലാർ ഫോർമുല. ക്ലിയർ ആണോ? അപ്പം CnH2n-2 എന്നതാണ് എന്ത്? കോമൺ മോളിക്കുലാർ ഫോർമുല. കോമൺ ആയിട്ടുള്ള എന്ത്? മോളിക്കുലാർ ഫോർമുല. ആരുടേത്? ആൽക്കൈനിൻ്റെത്. ഓക്കെ. അപ്പൊ നിങ്ങൾ നേരത്തെ പഠിച്ചത് പറഞ്ഞു, നിങ്ങൾ ഓർമ്മ ഉണ്ടോ നോക്കട്ടെ. ആൽക്കെയിനിന്റെ എന്തായിരുന്നു എപ്പോഴും ഓർമ്മയിൽ വേണ്ടത്? ആൽക്കെയിനിന്റെ കോമൺ എന്തായിരുന്നു? CnH2n+2 എന്നായിരുന്നു ആൽക്കെയിൻ. ഓക്കെ. ആൽക്കീനിന്റെ എന്തായിരുന്നു? ആൽക്കീൻ പറഞ്ഞേ CnH2n എന്നായിരുന്നു. ആൽക്കീന്റെ എന്തായിരുന്നു? CnH2n എന്നായിരുന്നു. ആൽക്കൈനിന്റെ എന്താ? ആൽക്കൈനിന്റെ ആൽക്കൈൻ എന്താ? CnH2n-2 എന്നാണ്. CnH-2n എന്നാണ്. എന്താണ്? കോമൺ ആയിട്ടുള്ള എന്ത്? കോമൺ ഫോർമുല അല്ലെങ്കിൽ പൊതുവായ സമവാക്യം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇവിടെ ക്ലിയർ ആണോ? ഇതുപോലെ നിങ്ങൾക്ക് 6 7 കാർബൺ ഒക്കെ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രക്ചറൽ ഫോർമുല, കണ്ടൻസർ ഫോർമുല, മോളിക്കുലാർ ഫോർമുല ഇത് എഴുതാൻ നിങ്ങൾ പഠിച്ചല്ലോ. ക്ലിയർ ആണ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ആൽക്കെയിൻ, ആൽക്കീൻ മസ്റ്റ് ആയിട്ട് എല്ലാവർക്കും ക്ലിയർ ആണ്.
ഇനി നമുക്ക് ഇതിനകത്ത് ഒരേ ഒരു കാര്യം കൂടെ പറയാം. അപ്പൊ ഒരു പകുതി സെക്ഷൻ, ഒരു കാൽ സെക്ഷൻ കഴിഞ്ഞു എന്ന് പറയാം. ഏതാ? ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്ന സാധനം. എല്ലാവർക്കും ഒരു ഡൗട്ട് വരുന്ന ഒരു സാധനമാണ് ഹോമോലോഗസ് സീരീസ്. ഓക്കെ, അപ്പൊ ഹോമോലോഗസ് സീരീസ് എന്താന്ന് കൂടെ നമുക്ക് നോക്കാം. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഹോമോലോഗസ് സീരീസ് എന്താന്ന് കൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് നടത്താം. ഓക്കെ, ഇന്ന് ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ, ഹോമോലോഗസ് സീരീസ് വരെ പഠിക്കും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, നോമൻക്ലേച്ചർ പഠിക്കും. കാരണം നോമൻക്ലേച്ചർ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തുടക്കം തൊട്ട് ഒന്ന് പഠിച്ചു വരാൻ വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ് ഇത്ര മാത്രം ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഹോമോലോഗസ് സീരീസും കൂടെ പഠിക്കുക. ഇന്നെന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിക്കും, നോമൻക്ലേച്ചർ പഠിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഹാപ്പി ആണല്ലോ? നമ്മൾ ഉടനെ തന്നെ അടുത്ത ക്ലാസ് ഇടും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇനി ഹോമോലോഗസ് സീരീസും കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പൊ നല്ല വൃത്തിയായിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ ഇനി പഠിക്കേണ്ടത് ഹോമോലോഗസ് സീരീസ്. അടുത്ത പഠിക്കേണ്ടതാണ് ഹോമോലോഗസ് സീരീസ്. അപ്പൊ ഞാൻ കുറച്ച് സീരീസുകൾ എഴുതാം. സീരീസ് എന്ന് വെച്ചാൽ നമ്മൾ മാത്സിൽ പഠിച്ചാൽ സീക്വൻസുകൾ വിളിക്കുന്ന മറ്റൊരു പേരാണ്. എന്നല്ലെങ്കിൽ നമുക്ക് പറയാം പാറ്റേൺസ്. അവർ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, സീരീസ് എന്നൊക്കെ നമ്മൾ വിളിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് സീരീസുകൾ എഴുതാം. ഒരു സീരീസ് ആണിത്, CH4, C2H6, C3H8, C4H10 എന്ന് പറയുന്നത് ഒരു സീരീസ്. ഇത് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാം, ആ ഒരു പാറ്റേൺ പോലെ എഴുതി പോകാനായിട്ട് പറ്റും. ഇല്ലേ? അടുത്ത ഒരു സീരീസ് എഴുതാം, C2H4, C3H6, C4H8, C5H10. ഇങ്ങനെ എന്ത് ചെയ്യാം, പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ഒരു സീരീസ് കണക്ക് നമുക്ക് എഴുതാൻ പറ്റും. അടുത്തൊന്നുകൂടെ എഴുതാം, C2H2, C3H4, C4H6, C5H8. ഇങ്ങനെ നമുക്ക് ഒരു സീരീസ് ആയിട്ട് എഴുതാം. ഓക്കെ, ഇതൊക്കെ എന്തിന്റെ സീരീസാ, നിങ്ങൾ പഠിച്ചതല്ലയോ? അത് കാർബൺ ഹൈഡ്രജനല്ലേ ഉള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച ഹൈഡ്രോ കാർബണുകളുടെ സീക്വൻസ് ആണ്. ഓക്കെ, ഈ ഹൈഡ്രോ കാർബണുകളുടെ എന്ത് മോളിക്കുലാർ ഫോർമുലകൾ നമ്മൾ എന്താണ് ഒരു സീരീസ് ആയിട്ട് എഴുതിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോലോഗസ് സീരീസ്. ഓക്കെ, പക്ഷേ നമുക്ക് എല്ലാ സീരീസിനും കയറി ഇങ്ങനെ ഹോമോലോഗസ് സീരീസ് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അതിന് കുറച്ച് കണ്ടീഷൻ ഉണ്ട്. ഒരു സീരീസ് ഹോമോലോഗസ് സീരീസ് ആവണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ എന്തൊക്കെയാ കണ്ടീഷൻ എന്ന് വെച്ചാല്, ഫസ്റ്റ് കണ്ടീഷൻ, ഇതിനകത്തുള്ള ഓരോ എലമെന്റ്സുകളെയും നമുക്ക് ഒരു കോമൺ മോളിക്കുലാർ ഫോർമുല കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. എന്തുകൊണ്ട്? നമ്മൾ നേരത്തെ ഒരു 3 കോമൺ മോളിക്കുലാർ ഫോർമുല പഠിച്ചില്ലയോ? അതുപോലെയുള്ള കോമൺ മോളിക്കുലാർ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഇതിലെ ഓരോ നമ്പേഴ്സിനെയും, ഓരോ എലമെന്റിനെയും അല്ലെങ്കിൽ ഓരോ മെമ്പേഴ്സിനെയും, ഓക്കെ, ഇതിനകത്തുള്ള ഓരോ സംയുക്തങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരു കോമൺ ആയിട്ടുള്ള ഒരു പൊതുവായ സമവാക്യം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റണം, റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം, എന്ത് ചെയ്യാൻ, കാണിക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കി, ഈ കാർബൺ ആറ്റങ്ങൾ ഹൈഡ്രജനും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാന്ന് നോക്കി. ഒരു കാർബൺ 4 ഹൈഡ്രജൻ ഇല്ലയോ? 1 4 2 6 3 8 4 10. ഇങ്ങനെ ഒരെണ്ണത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒന്നിന്റെ ഇരട്ടി എത്രയാ? 2 ആണ്. അല്ലയോ? ആ 2 2 കൂട്ടിയാലോ 4 കിട്ടും. അപ്പൊ 2ന്റെ ഇരട്ടി 4 ആണ്. 4 2 കൂട്ടിയാലോ 6 കിട്ടും. ഇല്ലയോ? എന്ന് വെച്ചാൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കാർബണിന്റെ എണ്ണം n ആണെങ്കിൽ Hന്റെ എണ്ണം എന്താ? 2n+2. നിങ്ങൾ ആൽക്കീൻ പഠിച്ചില്ലയോ? ആൽക്കീനിലുള്ള ഓരോ എലമെന്റ്സിനെയോ ഓരോ കോമ്പൗണ്ടുകളെയോ നമ്മൾ എഴുതി വെച്ചേക്കുന്നത് അല്ലേടേ? അതൊരു സീരിയസ് ആയിട്ട് ഇങ്ങനെ എഴുതിയേക്കല്ലയോ? ക്ലിയർ ആണോ? അപ്പൊ ഇതിനെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുമോ നോക്കാം. നോക്കിയേ, ഇതെന്താണ്? ആൽക്കീനുകളാണ്. ഇതെന്താണ്? ആൽക്കീൻ. അപ്പൊ നിങ്ങൾ എഴുതിയാൽ എന്ത് വരും? CnH2n എന്ന് കിട്ടും. ഇത് നിങ്ങൾക്ക് അറിയാം, ഇത് ആൽക്കൈനുകളാണ്, ആൽക്കൈനുകൾ. അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ അറിയാം CnH2n-2 എന്ന് വെച്ചാൽ ഇതിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും നമുക്കൊരു കോമൺ മോളിക്കുലാർ ഫോർമുല കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ കഴിയണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷെ നമ്മളിപ്പോ എഴുതിയേക്കുന്നതിൽ എല്ലാത്തിനും എന്ത് ചെയ്യാൻ പറ്റും? കോമൺ ഫോർമുല കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, ഇവര് തമ്മിൽ അടുത്തടുത്തെന്ന് പറയുമ്പോൾ സക്സസീവ് ആയിട്ടുള്ള അടുത്തടുത്തുള്ള 2 കോമ്പൗണ്ടുകൾ തമ്മിൽ CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമേ ആകാൻ പാടുള്ളൂ. എന്തിന്റെ വ്യത്യാസമാണ്? CH2 ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് അതുണ്ടോ എന്ന് നോക്കാം. C2H6 CH4. നോക്കി, ഇവിടെ ഒരു കാർബൺ, ഇവിടെ 2 കാർബൺ. അപ്പൊ എത്ര കാർബണിന്റെ വ്യത്യാസം? 1 കാർബണിന്റെ വ്യത്യാസം. ഇവിടെ 4 ഹൈഡ്രജൻ, ഇവിടെ 6 ഹൈഡ്രജൻ. അപ്പൊ എത്ര ഹൈഡ്രജന്റെ വ്യത്യാസം? 2 ഹൈഡ്രജന്റെ വ്യത്യാസം. അപ്പൊ CH2 നമ്മുടെ കാർബണിന് 4 വാലൻസി,
അതുകൊണ്ട് ഇനി 2 വാലൻസികളുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, കാർബണിന്റെ വാലൻസികളെല്ലാം ഹൈഡ്രജൻ കൊടുത്ത് ബാക്കി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ റെപ്രസെന്റ് ചെയ്യും. കേട്ടോ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇനി ഇവിടെ നോക്കി 2 3 2 3 എന്ന് വെച്ചാൽ എത്ര കാർബൺ? ഇവിടെ 2 ഉള്ളു, ഇവിടെ 3 ഉണ്ട്. അപ്പൊ ഒരു കാർബണിന്റെ വ്യത്യാസം. ഇവിടെ 4 ഹൈഡ്രജൻ, ഇവിടെ 6 ഹൈഡ്രജൻ. അപ്പൊ എത്ര ഹൈഡ്രജന്റെ? 2 ഹൈഡ്രജന്റെ വ്യത്യാസം. അപ്പൊ ഇതും CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസം വന്നില്ലയോ? അടുത്തടുത്തുള്ള എലമെന്റുകൾ തമ്മിൽ CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസം വന്നില്ലേ, കോമ്പൗണ്ടുകൾ തമ്മിൽ? ഇവിടെ നോക്കി C2 C3, അപ്പൊ 2 കാർബൺ അല്ലയോ? ഒരു 2 കാർബൺ ഇവിടെ, 3 കാർബൺ ഇവിടെ. അപ്പൊ എത്ര കാർബണിന്റെ വ്യത്യാസം? ഒരു കാർബണിന്റെ വ്യത്യാസം. ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 4 ഹൈഡ്രജൻ. അപ്പൊ എത്ര ഹൈഡ്രജന്റെ വ്യത്യാസം? 2 ഹൈഡ്രജന്റെ വ്യത്യാസം. അവരെ എന്ത് ചെയ്യാൻ പറ്റി? CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസം ചെയ്യാൻ പറ്റി. പറ്റിയില്ലേ? ഇവിടെ പറ്റിയോ? ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. സക്സസീവ് മെമ്പേഴ്സ് തമ്മിൽ CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസം ഉണ്ടായിരിക്കണം. അടുത്തടുത്തുള്ള മെമ്പേഴ്സുകൾ തമ്മിൽ എന്തുണ്ടായിരിക്കണം? CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസം ഉണ്ടായിരിക്കണം. മൂന്നാമത്തത്, ഇതിനകത്തുള്ള എല്ലാ എലമെന്റ്സിന്റെയും കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കണം? സിമിലർ ആയിരിക്കണം. ഇതിനകത്തുള്ള ഓരോ സംയുക്തങ്ങളുടെയും രാസഗുണങ്ങള് തുല്യമായിരിക്കണം, ഒരേപോലെ ആയിരിക്കണം. രാസഗുണങ്ങൾ ഒരുപോലെ ആയിരിക്കണം. അല്ലയുടെ ഇതെന്ന് പറയുന്നത് ആൽക്കെയിൻ എന്ന് പറയുന്ന ആൾക്കാരാണ്. ആൽക്കെയിൻ അപ്പൊ ഒരേ കുടുംബത്തിൽ വരുന്നവരല്ലയോ? അപ്പൊ അവരെന്ത് കാണിക്കും? രാസഗുണത്തിൽ സമാനത കാണിക്കും, ഒരേപോലെ ആയിരിക്കും. ഇവരെന്താ? ആൽക്കീൻ എന്ന് പറയുന്ന ആളാണ്. ഇവരെന്താ? ആൽക്കൈൻ എന്ന് പറയുന്ന ആൾക്കാരാണ്. ആൽക്കൈൻ എന്ന് പറയുന്ന കുടുംബത്തിലെ ആൾക്കാരാണ്. അപ്പൊ ഇവരെ നമ്മൾ എന്ത് വിളിക്കും? എന്ത് പറയും? ഒരേ ഗുണങ്ങൾ കാണിക്കുന്നു, ഒരേ രാസഗുണം കാണിക്കുന്നു, അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നു എന്ന് പറയും. പിന്നെ അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ കുറച്ച് എന്തുണ്ടാവും? ഗ്രാജുവേഷൻസ് ഉണ്ടാവും. ഓരോ പ്രാവശ്യം മാറുമ്പോഴും എന്ത് ചെയ്യും? മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഇല്ലയോ? ഇവിടെ ആണെങ്കിൽ ഒരു കാർബണേ ഉള്ളായിരുന്നു, ഇവിടെ ആയപ്പോ എന്തായി? 2 കാർബണായി. അപ്പൊ അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മാറത്തില്ലയോ? ഇവിടെ ആയപ്പോ 3 കാർബണായി. അപ്പൊ അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മാറിയില്ലയോ? അപ്പൊ ഇതുപോലെ എന്തുണ്ടാവും? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ആയാലും അതിന്റെ സ്ട്രക്ചർ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താവുന്നുണ്ട്? ഡിഫറെന്റ് ആവുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ആരുടെ പ്രോപ്പർട്ടീസ്? ഒരു ഹോമോലോഗോ സീരീസിന്റെ പ്രോപ്പർട്ടീസ്. ഈ 4 പ്രോപ്പർട്ടീസും ഉൾപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ ഒരു സീക്വൻസ് അല്ലെങ്കിൽ ആ ഒരു സീരീസ് എന്ന് പറയുന്നത് ഹോമോലോഗോ സീരീസ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതിയേക്കുന്ന 3 സീരീസും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പറഞ്ഞ 4 കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ? കോമൺ ഫോർമുലയുണ്ട്, CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമാണ്, ഇവർ ഒരേ കുടുംബക്കാരായതുകൊണ്ട് കെമിക്കൽ ഫോർമുല സെയിം ആയിരിക്കും. അതുപോലെ ഇവരുടെ സ്ട്രക്ചർ ഒക്കെ നോക്കിയാൽ ഇവിടെ ഒരു കാർബണേ ഉള്ളൂ, ഇവിടെ ആകുമ്പോൾ 2 കാർബണായി. അപ്പൊ അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിട്ടും വരുന്നുണ്ട്, ഇല്ലയോ? അപ്പൊ ഇവർ എത്രയും പേര്, ഈ 3 ഗ്രൂപ്പുകൾ ഞാനിപ്പോ എഴുതിയ ഈ 3 പേരും എന്ത് സീരീസ് ആണ്? ഹോമോലോഗോ സീരീസ് ആണ്. അപ്പം ആൽക്കെയിനിലുള്ള കോമ്പൗണ്ടുകളെ ഇങ്ങനെ നിരത്തി എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് ഓർഡറിന് എഴുതണം. കറക്റ്റ് ഓർഡറിന് എഴുതിയില്ലെങ്കിൽ അത് ഹോമോലോഗോ സീരീസ് ആവത്തില്ല. കാരണം അവർ തമ്മിൽ എന്ത് കാണത്തില്ല? ഈ ഒരു സാധനം കാണത്തില്ല, CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസം കാണത്തില്ല. അല്ലെങ്കിൽ തന്നെ അവർക്ക് കോമൺ ഫോർമുല നമുക്ക് എഴുതാനും പറ്റത്തില്ല. ഒരു എക്സാമ്പിൾ കാണിക്കാം. ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുക CH4, അടുത്ത C3H8, അടുത്ത C5H12, ഇങ്ങനെയൊക്കെയാണ് എഴുതി വെക്കുന്നത്. ഇത് ഹോമോലോഗോ സീരീസ് ആണോ എന്ന് ചോദിച്ചാൽ ആണോടെ? ആദ്യമേ കണ്ടാ അറിയാം. കാരണം ഇവിടെ ഒരു കാർബൺ ആയിരുന്നു, ഇല്ലയോ? ഇവിടെ 3 കാർബൺ എന്ന് വെച്ചാൽ അവർ തമ്മിൽ C2 2 കാർബണിന്റെ വ്യത്യാസമുണ്ട്. ഇവിടെ 4 ഹൈഡ്രജൻ ആയിരുന്നു, ഇവിടെ 8 ഹൈഡ്രജൻ ആയി. അപ്പം ഹൈഡ്രജൻ എത്ര വ്യത്യാസമുണ്ട്? 4 ഹൈഡ്രജന്റെ വ്യത്യാസമുണ്ട്. നമ്മൾ പറഞ്ഞു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമേ വരാൻ പാടുള്ളൂ. അടുത്തടുത്തുള്ള മെമ്പേഴ്സ് തമ്മിൽ എന്തേ വരാൻ പാടുള്ളൂ? CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമേ വരാൻ പാടുള്ളൂ. പക്ഷെ ഇവരെന്തല്ല? CH2 അല്ല. അപ്പോഴേ അവരെന്തല്ല? ഹോമോലോഗോ സീരീസ് അല്ല എന്ന് നമുക്ക് പറയാം. അപ്പൊ ഒരു സീരീസ് കണ്ടാൽ അത് ഹോമോലോഗോ സീരീസ് ആണോ അല്ലേ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതിനകത്തുള്ള ഓരോ മെമ്പേഴ്സിനെയും ഇതുപോലെ ഒരു കോമൺ ഫോർമുല കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. പൊതു സമവാക്യം കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ കാണിക്കാൻ കഴിയണം. ഓക്കെ. 2, CH2 ഗ്രൂപ്പിന്റെ അടുത്തടുത്തുള്ള മെമ്പേഴ്സ് തമ്മിൽ CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസം ഉണ്ടാവണം. അടുത്തടുത്തുള്ള മെമ്പേഴ്സ് തമ്മിൽ, സക്സസീവ് ആയിട്ടുള്ള മെമ്പേഴ്സ് തമ്മിൽ CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസം ഉണ്ടാവണം. പിന്നെ അവിടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കണം. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഗ്രാജുവേഷൻ ഉണ്ടാവണം. ഓരോ ഇതിലും എന്ത് ചെയ്യണം? വ്യത്യാസങ്ങൾ ഉണ്ടാവണം. ഈ 4 പ്രോപ്പർട്ടി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിന് പ്രത്യേകിച്ച് എഴുതിയൊന്നും കാണിക്കുന്നില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി എന്ത് ചെയ്യണം? ആ 4 പോയിന്റും പഠിച്ചു വെക്കണം. കാരണം ഹോമോലോഗോ സീരീസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ഈ 4 കാര്യങ്ങൾ എഴുതാം.
ഓക്കെ, ഇനി തരുന്ന ഒരു സീരീസ് ഹോമോലോഗോ സീരീസ് ആണോ അല്ലേന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാർഗം പറഞ്ഞുതരാം. എന്ത് ചെയ്താൽ മതി, ഇവരെയൊക്കെ നമുക്കൊരു കോമൺ ഇതുപോലെ ഒരു കോമൺ ഫോമിൽ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ നോക്കുക. രണ്ടാമത്തെ കാര്യം CH2 സക്സസീവ് മെമ്പേഴ്സ് തമ്മിൽ CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറയാം, എന്തെന്ന് തന്നെ പറയാം, ആ ഒരു സീരീസ് ഹോമോലോഗോ സീരീസ് ആണെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കേണ്ടി വരത്തില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ. പിന്നെ ഒരു ഹോമോലോഗോ സീരീസ് എഴുതാൻ പറഞ്ഞാൽ നമ്മുടെ ആൽക്കേനുകളെ എന്ത് ചെയ്യാം, 1 കാർബൺ 2 കാർബൺ 3 കാർബൺ 4 കാർബൺ എന്നൊരു ഓർഡറിൽ എഴുതുക. അല്ലെങ്കിൽ ആൽക്കീനിന്റെ ഒരു 2 കാർബൺ 3 കാർബൺ ഈ ഒരു ഓർഡറിൽ തന്നെ എഴുതണം. അല്ലെങ്കിൽ എന്താവത്തില്ല, ഹോമോലോഗോ സീരീസ് ആവത്തില്ല. പക്ഷെ ഫസ്റ്റ് വരുന്നത് C3 തൊട്ടാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ പിന്നെ C4 തൊട്ട് തന്നെ എഴുതണം. പിന്നെ ഏത് തൊട്ട് തന്നെ എഴുതണം, C4 തൊട്ട്. ഇനി നിങ്ങൾ C2 തൊട്ട് തന്നെ തുടങ്ങണം എന്നൊന്നുമില്ല. C3 തൊട്ടാണെങ്കിൽ പിന്നെ എന്ത് ചെയ്തോണം, C4 C5 എന്നുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്യണം. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇതുപോലെ മാറ്റി മാറ്റി എഴുതി വെക്കാനായിട്ട് പാടില്ല. ഇതെന്തല്ല, ഹോമോലോഗോ സീരീസ് അല്ല. ഇതെന്ത് സീരീസ് അല്ല, ഹോമോലോഗോ സീരീസ് അല്ല. ക്ലിയർ ആയോ? അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആൽക്കൈനിന്റെ സ്ട്രക്ചറൽ ഫോർമുല, കണ്ടൻസ്ഡ് ഫോർമുല, മോളിക്കുലാർ ഫോർമുല, ഓക്കെ, അത് എങ്ങനെയൊക്കെ എഴുതാമെന്ന് പഠിച്ചു. അതിനുശേഷം ഹോമോലോഗോ സീരീസ് പഠിച്ചു. ഹോമോലോഗോ സീരീസിന്റെ എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കണം. ആൽക്കേനുകള്, ആൽക്കീനുകള്, ആൽക്കൈനുകള് ഇവര് മൂന്നും എന്തിൽ വരുന്നവരാണ്, ഹോമോലോഗോ സീരീസിന് ഉദാഹരണങ്ങളാണ്, എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇവരെ മൂന്നുവരെയാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് തരത്തുള്ളൂ. ഇവരെ അല്ലാതെ തന്നു കഴിഞ്ഞാൽ അവരെന്താവത്തില്ല, ഹോമോലോഗോ സീരീസ് ആവത്തില്ല. ഇനി നിങ്ങളോട് എക്സാമ്പിൾ എഴുതാൻ ചോദിച്ചാൽ ഈ 3 എക്സാമ്പിൾ ഏത് വേണം എഴുതിയാലും ശരിയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആൽക്കെയിൻ വച്ചേ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവര് മൂന്നും വരും. ഇവരെ മൂന്നുവരെ നമുക്ക് എന്ത് വിളിക്കാം, ഹോമോലോഗോ സീരീസുകളെന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഹോമോലോഗോ സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈഡ്രോ കാർബണുകളെ എന്ത് ചെയ്യുക, കോമ്പൗണ്ടുകൾ എന്ത് ചെയ്യുക, ഒരു സീക്വൻസ് ആയിട്ട് എഴുതുന്നു. പക്ഷെ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാ, ഒരു കോമൺ ഫോമിലോട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ ഇവർക്ക് സക്സസീവ് മെമ്പേഴ്സ് തമ്മിൽ CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസം ഉണ്ടായിരിക്കണം. സക്സസീവ് എന്ന് വെച്ചാൽ എന്താ, അടുത്തടുത്തുള്ള സംയുക്തങ്ങൾ തമ്മിൽ. ഓക്കെ, പിന്നെ ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കണം. അതുപോലെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടാവണം. ഇത് ഇത്രയൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ സീരീസിനെ എന്തെന്ന് വിളിക്കാം, ഹോമോലോഗോ സീരീസ് എന്ന് വിളിക്കാം. അതിന് എക്സാമ്പിളുകളാണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. ഇത് എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക, നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇന്ന് വളരെ കുറച്ച് ടോപ്പിക്കേ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. ഇനി തൊട്ട് എന്ത് ചെയ്യുക, പഠിക്കണ കാര്യം കൂടെ പഠിച്ചു പോവാ. ഇനി അതിനു വേണ്ടി എന്ത് ചെയ്യല്, പ്രത്യേക സമയം കണ്ടുപിടിക്കല്. ഈ കാണുന്ന ടൈമിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഈ ചാപ്റ്റർ നല്ല സിമ്പിൾ ചാപ്റ്റർ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഇതിന്റെ ഇമ്പോർട്ടന്റ് സെക്ഷൻ ആയിട്ടുള്ള ഭാഗമായിട്ട് വരാം. അവിടെ നമ്മൾ കുറച്ചേ പഠിപ്പിക്കുള്ളൂ. കുറച്ചെന്ന് പറഞ്ഞാൽ നോമൻക്ലേച്ചറിന്റെ ഓരോ സെക്ഷൻ ആയിട്ട് വീഡിയോസ് ഇടത്തുള്ളൂ. കാരണം പഠിപ്പിക്കുന്ന കാര്യം വൃത്തിയായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടേ അടുത്ത ക്ലാസ് ഞാൻ ഇടത്തുള്ളൂ. നിങ്ങൾ പഠിച്ചെന്ന് ഉറപ്പ് വന്നാലേ അടുത്തത് എന്ത് ചെയ്യത്തുള്ളൂ, അടുത്തൊരു സെക്ഷൻ ഇടത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ചെയ്ത് പഠിക്കുക. മാക്സിമം ഇടുന്ന എക്സാമ്പിൾസ് എല്ലാം ചെയ്ത് പഠിക്കുക. നിങ്ങൾ സ്വയമായിട്ടൊക്കെ എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? ഇനി ആർക്കും പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാലൻസ് ക്ലാസ്സുമായിട്ട് കാണാം. ഹാവ് എ നൈസ് ഡേ, സീ യു ലേറ്റർ, ടാറ്റ, ബൈ ബൈ.